എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ഇരിക്കുന്ന ഭഗവാന്റെ ഭാവത്തിൽ നിന്നും വ്യത്യസ്ത ഭാവമാണ് വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാന്റെ ഭാവം. അതിൽ നിന്നും വ്യത്യസ്തമാണ് അയോധ്യാധിപതിയായിട്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമാണ് ദ്വാരകാനാഥൻ. അതിൽ നിന്നും വ്യത്യസ്തമാണ് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ. അതീതം ഏറ്റവും രഹസ്യാവതാരമാണ് ചൈതന്യ മഹാപ്രഭു. രഹസ്യങ്ങളിൽ വെച്ച് ഏറ്റവും രഹസ്യം. പക്ഷെ ഈ അവതാരത്തെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞു കിടക്കാനോ വെളിപ്പെടുത്താനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വളരെ അടുത്തുള്ള ഭക്തർ, നിത്യപാർഷദർ ആഗ്രഹിച്ചു. കലിയുഗത്തിലുള്ള നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് പരമോന്നതനായിട്ടുള്ള ഭഗവാന്റെ ഈ രഹസ്യ അവതാരത്തെ മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്ന് മനസ്സിലാക്കി അവരുടെ കാരുണ്യം കൊണ്ടാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു പേരാണ് മഹാവദന്യായ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമ പ്രദായതി. കാരുണ്യം കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും കാരുണ്യം കൊടുക്കുന്നവൻ. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഗുരുവായൂരപ്പന് പോലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരുണ്യത്തിന്റെ കാര്യത്തിൽ ഭഗവാനെ പോലും മറികടന്നു. അദ്ദേഹം പരമോന്നതമായിട്ടുള്ള അനുഗ്രഹമാണ് ഒരു ജീവാത്മാവിന് നൽകുന്നത്. പ്രേമ പുമർത്ഥോ മഹാൻ. ഏറ്റവും വലിയ പുരുഷാർത്ഥമാണ് കൃഷ്ണ പ്രേമം. ഒരു വ്യക്തിക്ക് ഒരു ജീവിതത്തിൽ നേടാൻ പറ്റുന്നതിന്റെ പരമോന്നതമാണ് കൃഷ്ണപ്രേമം. അതിനപ്പുറം വേറൊന്നും കിട്ടാനില്ല ഒരു ജീവാത്മാ.